ഉമ്മ കഴിഞ്ഞിട്ട് മതിയെല്ലാം. ഇന്ന് നമ്മുടെ വീട്ടിന്റെ ദുരന്തം രണ്ടെണ്ണം. ഒന്ന്, എല്ലാ റൂമിലും നെറ്റ് സൗകര്യങ്ങളുണ്ട്, എല്ലാ റൂമും ഹറാമിൽ പെരുകിയിട്ടുള്ളത്. ലാസ്റ്റ് സീറ്റോടെ 12:35, 1:35, 36, 37. രണ്ടാമത്തത്, നമ്മുടെ വീടുകളൊക്കെ ഇപ്പൊ വൃദ്ധസദനായി മാറിയിട്ടുണ്ട്. 3 ആൺകുട്ടികളാണ് ഉപ്പാക്കും ഉമ്മാക്കുള്ളത്. വയസ്സാകുന്നവരെ കുട്ടികളെ പഠിപ്പിച്ചു. ഒന്ന് BDS, മറ്റേത് ഫാംഡി, വേറൊന്ന് MLT. 3 മെഡിക്കൽ സയൻസിലുള്ള കുട്ടികളാണ്. കല്യാണം കഴിച്ച് 3 ആളും, ഒന്ന് ബ്രിസ്ബൺ, മറ്റേ ലിസ്ബൺ, വേറൊന്ന് ജോഹന്നസ്ബർഗ്. ഉപ്പി ഉമ്മി മാത്രം വീട്ടിൽ വൃദ്ധസദനം. സൗന്ദര്യമുള്ള വീട്ടിൽ വൃദ്ധസദനം. നമ്മളെ വീട്ടിന്റെ സാധ്യത. ഉമ്മാനെ സംരക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും അബദ്ധം വരുമോ എന്ന് പേടിച്ചിട്ട് ഉവൈസുൽ കർണി തങ്ങൾ പോയിട്ടില്ല. ഏടെ ജർമ്മനിയിലെ ബെർലിനിലല്ല, ജിംബാബ്വേയിലെ ഹരാരയില് ജോലി സെറ്റിട്ട് പോകത്തല്ല, മദീനയിലേക്ക്. എന്തേ? റസൂലുള്ളാഹിനെ കാണാൻ. റസൂലുള്ളാഹിനെ കണ്ട സ്വഹാബിയായി. ആയിരക്കണക്കിന് ഔലിയാക്കളായാലും ഒരു സ്വഹാബിന്റെ സ്ഥാനത്തെത്തൂല. എന്നിട്ടാ ഈ സ്വഹാബി, ഈ മഹാൻ പോവാതിരുന്നത്? എന്റെ ഉമ്മാക്ക് സംരക്ഷിക്കാൻ ഞാനല്ലാതെ ഇവിടെ ആരുമില്ലല്ലോ. അസുഖമായിട്ട് ഉമ്മാനോട് വിളിച്ചു ചോദിക്കുകയാണ്, എന്ത് ഞാൻ വരണ ഉമ്മ? മോന്റെ ജോലിനെ ഉമ്മ പറയുള്ളൂ. ഉമ്മ കഴിഞ്ഞിട്ട് മതിയെല്ലാം.